കൃഷി തകരുമ്പോൾ അനേകം മനുഷ്യരുടെ ജീവനോപാധികളെല്ലാം താളം തെറ്റുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കൃഷിക്ക് വേണ്ടത്ര പരിഗണന കൊടുക്കുകയോ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കുറെ ആൾക്കാരോട് ഇവിടെ നിൽക്കുകയും അവർക്കൊരു ഉപജീവന മാർഗം മാന്യമായിട്ട് കണ്ടെത്താൻ സാധിച്ചാൽ അവർ നമ്മുടെ നാട്ടിൽ നിൽക്കുകയും ഇവിടുത്തെ തന്നെ നമ്മുടെ ഈ സംസ്കാരത്തെ തന്നെ സംരക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയും ചെയ്യും. ഇപ്പൊ നമുക്ക് നമ്മുടെ ചെറുപ്പക്കാർക്ക് പ്രതീക്ഷ കൊടുക്കാനാവാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. എല്ലാവരും ആരോട് ചോദിച്ചാലും എവിടെയെങ്കിലും വിദേശ രാജ്യത്ത് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വല്ലാത്ത അവസ്ഥയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പൊ കുട്ടനാട്ടിലെ കൃഷിയുടെ കാര്യമൊക്കെ ആണെങ്കിലും പലപ്പോഴും ഈ കൃഷി നെല്ല് എടുത്തിട്ട് അതിന്റെ പണം അവർക്ക് സമയത്ത് കിട്ടുകയില്ല, അല്ലെങ്കിൽ അവർ ബാങ്കുകളുടെ കടക്കണിയിലേക്ക് പോവുകയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ സംഭവിക്കുന്നത് ഓരോ വർഷം കഴിയുന്നതോറും ഈ കർഷകരുടെ എണ്ണം കുറയുകയാണ്, അവർ കാർഷിക വൃത്തിയിൽ നിന്ന് മാറുകയാണ്. അപ്പൊ പിന്നെ നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടതായിട്ട് വരുന്നു. വലിയ നമുക്ക് ഇവിടെ തന്നെ ഉത്പാദിപ്പിക്കാൻ സാധിക്കുന്ന പലതും നമുക്കിവിടെ ഉത്പാദിപ്പിക്കാൻ ധൈര്യമില്ലാതെ പോകുന്നു. നമ്മളിവിടെ സോഷ്യലിസം ഒക്കെ ആവശ്യത്തിൽ കൂടുതൽ പറയുന്നുണ്ടെങ്കിലും കർഷകരുടെയൊക്കെ കാര്യം വരുമ്പോഴത്തേക്ക് ഇതൊന്നും കാണുന്നില്ല. അതുപോലെ തന്നെ ഈ വന്യമൃഗങ്ങളുടെ ശല്യം, അതുകൊണ്ട് തന്നെ കർഷകര് ആ മേഖലയിൽ നിന്നെല്ലാം അവർക്കൊന്നും ചെയ്യാൻ പറ്റാതെ അവർ ഇറങ്ങിപ്പോവുകയാണ്. അവിടെയും ഗവൺമെന്റിന് ഒന്നും ചെയ്യാനാവില്ല, കേന്ദ്ര ഗവൺമെന്റിന്റെ നിയമമാണ്. പക്ഷെ പഞ്ചായത്തിന് പോലും അധികാരമുണ്ട് ഇടപെടാനായിട്ട്. അത് ഇടപെട്ട് കഴിഞ്ഞാൽ അവർക്ക് സംഭവിക്കാനായിട്ട് പോകുന്ന വലിയ പ്രത്യാഘാതങ്ങൾ ഓർത്താണ് പലപ്പോഴും അവർ പേടിച്ചിട്ട് അവരിടപെടാത്തത്. ഇപ്പോൾ തെരുവ് പട്ടികളിൽ നിന്ന് പോലും നമ്മുടെ പൗരന്മാരെ രക്ഷിക്കാൻ സാധിക്കാത്ത ഒരു സർക്കാർ, അത് ഏത് സർക്കാരാണെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെയാണെന്നാണ് നമ്മുടെയൊക്കെ എല്ലാവരുടെയും അനുഭവം. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ജനം വളരെയേറെ മടുപ്പിക്കുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അതുകൊണ്ടാണ് ഇപ്രകാരമുള്ള ഒരു കർഷക രക്ഷാ നസ്രാണി മുന്നേറ്റം നമ്മൾ ക്രമീകരിച്ചിരിക്കുക. ഇപ്പൊ തന്നെ ഈ ബജറ്റിൽ കർഷകർക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും നിർദ്ദേശം കൊണ്ടുവരാനായിട്ട് ഇവർക്ക് സാധിക്കുന്നുണ്ട്. നമുക്കറിയാം, ഏത് പരിഷ്കൃത സമൂഹവും നന്നായിട്ട് നടക്കുന്ന സംവിധാനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയും പേർക്ക് ജോലി കിട്ടുന്നു, ഒരു സ്ഥാപനം നന്നായിട്ട് നടത്തിക്കൊണ്ട് പോകുന്നു, അവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കും. അതിന് പകരം എങ്ങനെങ്കിലും അവരെ അസ്വസ്ഥപ്പെടുത്താമോ, അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. പണ്ട് കാലത്തൊക്കെ കുറച്ചുകൂടെ വളരെ സഹായകരമായ സമീപനങ്ങൾ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളോട് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴതെല്ലാം മാറി. ഒരു ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു കാര്യമൊക്കെ നടക്കാൻ വലിയ പാടാണ്. 100 പ്രാവശ്യം നടന്ന് അതിന്റെ പുറകെ നടന്ന് മനുഷ്യരങ്ങ് മടുക്കുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ വ്യത്യാസം ഉണ്ടാകും. നമ്മുടെ ജനം ഒത്തിരി മാറിയിട്ടുണ്ട്, ജനത്തിന് വിദ്യാഭ്യാസം കിട്ടിയിട്ടുണ്ട്, ജനം കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ പ്രതീക്ഷകളുടെ കുറച്ചെങ്കിലും ഒന്ന് നടപ്പിലാക്കി കൊടുക്കാനായിട്ട് സാധിക്കണം. വോട്ടുള്ളിടത്ത് അവരുണ്ട്, അല്ലാത്തടത്ത് അവർ നിൽക്കുന്നില്ല. ഇപ്പോൾ ഏത് പാർട്ടിയാണ് ഇങ്ങനെയുള്ള പൊതുകാര്യങ്ങൾക്ക് നന്മ നോക്കി ഒരു നിലപാടെടുക്കുന്നത്? കയ്യൊപ്പുള്ളവൻ കാര്യക്കാരൻ എന്ന് പറഞ്ഞുകൊണ്ട് ബഹളം ഉണ്ടാക്കുന്നവന്റെ കൂടെ നിൽക്കുക, അല്ലെങ്കിൽ ശബ്ദമുള്ളവന്റെ കൂടെ നിൽക്കുക, വോട്ടുള്ളവന്റെ കൂടെ നിൽക്കുക. അങ്ങനെ നിന്നതിന്റെ ഫലമാണ് നമ്മുടെ നാടിൽ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളും. യഥാർത്ഥമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാതെ ഈ പറയുന്നത് പോലെ ഈ വോട്ട് ബാങ്ക് നോക്കി എല്ലാം പോയി. അതോടുകൂടി നമ്മുടെ സമൂഹത്തിലുണ്ടായിട്ടുള്ള ഒരു തകർച്ചയും ദൗർബല്യവും നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ക്രൈസ്തവ സമൂഹം പൊതുവെ സമാധാനപ്രിയരായ ഒരു ജനതയാണ്. എല്ലാവരെയും ഉൾക്കൊള്ളാനായിട്ട് എന്നും തയ്യാറായ ഒരു ജനതയാണ്. എല്ലാ മതസ്ഥരെയും ജാതി മതഭേദമന്യേ ഒരു ബെഞ്ചിലിരുത്തി ഞങ്ങൾ മലയാളികളാണെന്നും കേരളീയരാണെന്നും പഠിപ്പിച്ചത് ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. ഒരു മതവും നോക്കിയിട്ടില്ല, ഒരു ജാതിയും നോക്കിയിട്ടില്ല. അങ്ങനെ സാർവത്രികമായ ഒരു മനസ്സോടുകൂടി പോയതുകൊണ്ട് പലപ്പോഴും ക്രൈസ്തവര് ആദരിക്കപ്പെടേണ്ടതിന് പകരം പലപ്പോഴും അവഗണിക്കപ്പെടുന്ന ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ക്രൈസ്തവ സമൂഹം തന്നെ ഉണരണം, അവർക്ക് അവരുടെ അവകാശങ്ങളെ കുറിച്ച് ബോധമുണ്ടാവണം. ഈ സാഹചര്യത്തിൽ നമ്മളെ ഒറ്റപ്പെടുത്തുന്ന രാഷ്ട്രീയ പാർട്ടികളെ തിരിച്ചറിയാനായിട്ട് അവർക്ക് സാധിക്കണം. ഗവൺമെന്റുകളുടെ നിലപാടുകളെ തിരിച്ചറിയാനായിട്ട് സാധിക്കണം. അത് മാത്രമാണ്, അല്ലാതെ ഞങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നോ അങ്ങനെയുള്ള